ആയിരിക്കണം മീര എന്നുള്ളത് ഇപ്പോൾ കേരള പറയുന്നുണ്ട്. ന്യൂസിനൊപ്പം ചേരുകയാണ്. കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് MDയുടെ വിടവാങ്ങലിനെ ഓർത്തെടുക്കുന്നത്? ഇതൊരു എന്താണ്, നമുക്കങ്ങനെ പെട്ടെന്ന് ഒരു ക്ലീശേ വാക്കുപയോഗിച്ച് വിശദീകരിക്കാവുന്ന ഒരു സന്ദർഭമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മലയാളത്തിന്റെ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്ന, താരമൂല്യം ഉണ്ടായിരുന്ന, ഏറ്റവും അന്തസ്സാർന്ന രീതിയിൽ മലയാളത്തിലും മലയാളികളുടെ സമൂഹത്തിലും പ്രവർത്തിച്ചിരുന്ന എഴുത്തുകാരനാണ് വിടവാങ്ങിയത്. MTയുടെ ഒരു തലപ്പൊക്കം അദ്ദേഹം തനിക്ക് ചുറ്റും അല്ലെങ്കിൽ തനിക്കായി മാത്രം സൃഷ്ടിച്ചിരുന്ന ഒരു തലം, അത് മറ്റാർക്കും അത്ര പെട്ടെന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. എഴുത്തിലായാലും ഭാഷയോടുള്ള ഒരു സമർപ്പണ ബോധത്തിലായാലും MTയെ പോലെ വേറെ ആരുമില്ല എന്നാണ് ഇന്ന് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹത്തിന്റെ സിനിമകളും കഥകളും നോവലുകളും നാടകം പോലും എഴുതിയിട്ടുണ്ട് MT. യാത്രാവിവരണങ്ങളും എല്ലാം എന്ത് എഴുതിയാലും ഒരു MT ടച്ച് ഉണ്ടാവുന്ന രീതിയിൽ വാക്കുകളെ, ആശയങ്ങളെ, അതിന്റെ ഒരു മൊത്തം ആ ഒരു മാധ്യമത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഫോമിൽ ഒരു പുതുമ കൊണ്ടുവരാൻ എന്നും MT ശ്രദ്ധിച്ചിരുന്നു. ഇതൊരു മാതൃകയായി എഴുത്തിലും വായനയിലും എനിക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായി എനിക്ക് MTയോടുള്ള വലിയൊരു ആരാധനയ്ക്ക് പിന്നിൽ. അദ്ദേഹം ഭാഷയിൽ പുലർത്തിയിരുന്നൊരു നിഷ്കർഷയുണ്ട്. വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ, ഭാവം പ്രകടിപ്പിക്കുന്നതിൽ, ഒരു ഏറ്റവും ചുരുക്കം വാക്കുകളിൽ ഏറ്റവും മികച്ച എഡിറ്റിങ്ങിലൂടെ എങ്ങനെ ഒരു കഥ എഴുതാമെന്നോ എങ്ങനെ ഒരു നോവൽ എഴുതാമെന്നോ ഒക്കെ പഠിക്കാനുള്ള പാഠ്യപുസ്തകങ്ങളാണ് MTയുടെ പുസ്തകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കൈവച്ച മേഖലകളിലെല്ലാം വിജയം വരിച്ച ഒരാളായിരുന്നു MT എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതില് ഓരോ മേഖലയിലും അദ്ദേഹം ചെയ്തിരുന്ന ഓരോ വർക്കിലും, അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടിയിലും അദ്ദേഹം എങ്ങനെയാണ് ലോകത്തുണ്ടായ മാറ്റങ്ങളെ പ്രതിഫലിപ്പിച്ചത് എന്നുള്ളതാണ്. അത് സ്വന്തം കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ സമപ്രായക്കാരായ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലും എഴുത്തിലുമൊക്കെ ഏറ്റവും പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം. അത് പ്രത്യേകിച്ചും സ്ത്രീപക്ഷ ആശയങ്ങളെ സംബന്ധിച്ച് എഴുത്തുകാരനും ആ വിധത്തിൽ അതിനെ ഒരു മനുഷ്യാവകാശ പ്രശ്നമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും MTയുടെ അസാന്നിധ്യം എങ്ങനെയാണെന്ന് സത്യത്തിൽ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുതരം വലിയൊരു ഒരു വിടവ് തന്നെയായിരിക്കും സമൂഹത്തിലും. MT അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, ഒരു വലിയ ഒരു ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോട് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വായനക്കാരി എന്ന നിലയിൽ എന്റെ എഴുത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്ത് ഏറ്റവും കൂടുതൽ പടർന്നു കിടക്കുന്നു എന്നും ഞാൻ വിചാരിച്ചു. കാരണം എന്നെ രൂപപ്പെടുത്തിയ ഭാഷയോടുള്ള ഒരു സമർപ്പണ ബോധം, അത് MTയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. MTയെ വായിച്ച് പഠിച്ച ഒരാളാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എത്രയോ എഴുത്തുകാരുണ്ടാവും. മലയാളത്തിൽ MT സ്വാധീനിക്കാത്തതായി ഏതെങ്കിലും വായനക്കാരോ ഏതെങ്കിലും എഴുത്തുകാരോ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. ശരി, നന്ദി. KR മീര, എഴുത്തുകാരി KR മീരയാണ് കേരള ന്യൂസിനൊപ്പം ചേർന്നത്. നന്ദി.